ദിനവൃത്താന്തം 1 പുസ്തകം അധ്യായം 16. അവർ ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുവന്നു ദാവീദ് അതിനായി ഒരുക്കിയിരുന്ന കൂടാരത്തിനകത്ത് വെച്ചു. പിന്നെ അവർ ദൈവസന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. ദാവീദ് ഹോമയാഗവും സമാധാനയാഗങ്ങളും കഴിച്ചു തീർന്ന ശേഷം ജനത്തെ ദൈവത്തിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു. അവൻ ഇസ്രായേലിൽ ഓരോ പുരുഷനും സ്ത്രീക്കും കുഞ്ഞിനും ആളൊന്നിനും ഒരു അപ്പവും ഒരു കണ്ണം ഇറച്ചിയും ഒരു മുന്തിരിങ്ങ കട്ടയും വീതം വിഭാഗിച്ചു കൊടുത്തു. അവർ സ്വഭവനങ്ങളിലേക്ക് തിരികെ പോയി. അവൻ ദൈവത്തിന്റെ പെട്ടകത്തിന്റെ മുമ്പിൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് കീർത്തനവും വന്ദനവും സ്തോത്രവും അർപ്പിക്കുവാൻ ലേവ്യരിൽ നിന്ന് ശുശ്രൂഷകരെ നിയമിച്ചു. ആസാഫ് തലവൻ, രണ്ടാമൻ സകരിയ, പിന്നെ യെഹിയേൽ, ഷെമീരാമോത്ത്, യെഹിയേൽ, മത്തീത്യ, എലിയാബ്, ബെനായ, ഓബേദ്, ഏദോം, യെഹിയേൽ എന്നിവർ വീണയും കിന്നരവും വായിച്ചു. ആസാഫ് കൈത്താളം കൊട്ടി പുരോഹിതന്മാരായ ബെനയായും യഹസിയേലും ദൈവപെട്ടകത്തിന്റെ മുമ്പിൽ നിരന്തരം കാഹളം ഊതി. അന്ന് ആ ദിവസം തന്നെ ദാവീദ് ആസാഫും അവൻ്റെ സഹോദരന്മാരും മുഖാന്തരം പെട്ടകത്തിന് മുന്നിൽ സ്തോത്രം ചെയ്യേണ്ടതിന് ദാവീദ് പാടിയതിൻ്റെ ആരംഭം. ദൈവത്തിന് സ്തോത്രം പാടി അവൻ്റെ നാമത്തെ ആരാധിപ്പിൻ. ജാതികളുടെ ഇടയിൽ അവൻ്റെ പ്രവൃത്തികൾ അറിയിപ്പിൻ. അവന് കീർത്തനം പാടുവിൻ. അവൻ്റെ അത്ഭുതങ്ങളെ വർണ്ണിപ്പിൻ. അവൻ്റെ വിശുദ്ധ നാമത്തിൽ പുകഴുവിൻ. ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. ദൈവത്തെയും അവൻ്റെ ശക്തിയെയും അന്വേഷിപ്പിൻ. അവൻ്റെ മുമ്പാകെ നിരന്തരം പ്രാർത്ഥിപ്പിൻ. അവൻ്റെ ദാസനായ അബ്രഹാമിൻ്റെ സന്താനമേ, അവൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട യാക്കോബിൻ്റെ പുത്രന്മാരെ, അവൻ ചെയ്ത അത്ഭുതങ്ങളും അരുളി ചെയ്ത അടയാളങ്ങളും വിധികളും ഓർത്തുകൊള്ളുവിൻ. അവനല്ലോ നമ്മുടെ ദൈവമായ കർത്താവ്. അവൻ്റെ വിധികൾ സർവഭൂമിയിലുമുണ്ട്. അവൻ്റെ വചനം 1000 തലമുറയോളവും അവൻ്റെ നിയമം എന്നേക്കും ഓർത്തുകൊള്ളുവിൻ. അബ്രഹാമിനോട് അവൻ ചെയ്ത ഉടമ്പടിയും ഇസ്ഹാക്കിനോട് ചെയ്ത സത്യവും തന്നെ. അതിനെ അവൻ യാക്കോബിന് ഒരു പ്രമാണമായും ഇസ്രായേലിനൊരു ശാശ്വത നിയമമായും ഉറപ്പിച്ചു. ഞാൻ നിനക്ക് അവകാശമായി കനാൻ ദേശത്തെ തരും എന്ന് കൽപ്പിച്ചു. നിങ്ങൾ എണ്ണത്തിൽ ചുരുക്കം പേരും അവിടെ പരദേശികളും ആയിരിക്കുമ്പോഴും അവർ ഒരു ജാതി വിട്ട് മറ്റൊരു ജാതിയിലേക്കും ഒരു രാജ്യം വിട്ട് മറ്റൊരു വംശത്തിലേക്കും പോകുമ്പോഴും ആരും അവരെ പീഡിപ്പിപ്പാൻ അവൻ സമ്മതിച്ചില്ല. അവർ നിമിത്തം രാജാക്കന്മാരെയും ശാസിച്ചു. എൻ്റെ അഭിഷിക്തന്മാരെ തുടരുത്, എൻ്റെ പ്രവാചകർക്ക് ദോഷം ചെയ്യുകയുമരുത് എന്ന് പറഞ്ഞു. സർവഭൂവാസികളെ ദൈവത്തിന് പാടുവിൻ. പ്രതിദിനം അവൻ്റെ രക്ഷയെ പ്രസ്താവിപ്പിൻ. ജാതികളുടെ നടുവിൽ അവൻ്റെ മഹത്വവും വംശങ്ങളുടെയും മധ്യേ അവൻ്റെ അത്ഭുതങ്ങളും പ്രഖ്യാപിക്കുവിൻ. ദൈവം വലിയവനും അത്യന്തം സ്തുത്യനും സർവദേവന്മാരുടെ മേലും അതിഭയങ്കരനുമല്ലോ. ജാതികളുടെ സകലദേവന്മാരും വിഗ്രഹങ്ങൾ അത്രേ. ദൈവമോ ആകാശത്തെ നിർമ്മിച്ചവൻ. യശസ്സും തേജസ്സും അവൻ്റെ സന്നിധിയിലും ബലവും ആനന്ദവും അവൻ്റെ വിശുദ്ധ സ്ഥലത്തുമുണ്ട്. ജാതികളുടെ കുടുംബങ്ങളെ ദൈവത്തെ സ്തുതിപ്പിൻ. ദൈവത്തിന് അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പിൻ. കാഴ്ചയുമായി അവൻ്റെ സന്നിധിയിൽ ചെല്ലുവിൻ.
നിങ്ങളുടെ വായുകളുടെ പ്രാർത്ഥനയാൽ ദൈവത്തെ നമസ്കരിപ്പിൻ. ഭൂമിയും അതിൻ്റെ സന്നിധിയിൽ നടുങ്ങുക. ഭൂതലം കുലുങ്ങാതെ വണ്ണം സ്ഥാപിതമാകുന്നു. ആകാശം ആനന്ദിക്കട്ടെ, ഭൂമി ഉല്ലസിക്കട്ടെ, ദൈവം വാഴുന്നു എന്ന് ജാതികളുടെ മധ്യേ ഘോഷിക്കട്ടെ. സമുദ്രവും അതിൻ്റെ പൂർണ്ണതയും മുഴങ്ങട്ടെ, വയലും അതിലുള്ളതെല്ലാം ആഹ്ലാദിക്കട്ടെ. അന്ന് വനത്തിലെ വൃക്ഷങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ ആർക്കും. അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ. അവൻ നല്ലവനല്ലോ, അവൻ്റെ കൃപ എന്നേക്കുമുള്ളത്. ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണമേ. തിരുനാമത്തെ വാഴ്ത്തി നിന്റെ മഹത്വം പുകഴുവാൻ ജാതികളുടെ ഇടയിൽ നിന്ന് വിടുവിച്ച് ശേഖരിക്കണമേ എന്ന് പറയുവിൻ. ഇസ്രായേലിൻ്റെ ദൈവമായ ദൈവം എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. സകല ജനവും നിർമ്മലവും ഇമ്പമുള്ളതുമായ ശബ്ദത്തോടെ ദൈവത്തെ സ്തുതിച്ച് അവർ ആമീൻ എന്ന് പറയട്ടെ. ഇങ്ങനെ പെട്ടകത്തിൻ്റെ മുമ്പിൽ ദിവസം തോറുമുള്ള ആവശ്യാനുസരണം നിത്യം ശുശ്രൂഷിക്കേണ്ടതിന് ആസാഫിനെയും അവൻ്റെ സഹോദരന്മാരെയും ഓബേദ് ഏദോമിനെയും അവരുടെ സഹോദരന്മാരായ 68 പേരെയും ദൈവത്തിൻ്റെ പെട്ടകത്തിന് മുമ്പിലും യെദൂദിൻ്റെ മകനായ ഓബേദ് ഏദോമിനെയും ഹോസയെയും വാതിൽ കാവൽക്കാരായും നിർത്തി. പുരോഹിതനായ സാദോക്കിനെയും അവൻ്റെ സഹോദരന്മാരായ പുരോഹിതന്മാരെയും ഗിബെയോനിലെ നഗരങ്ങളിലും ദൈവത്തിൻ്റെ തിരുനിവാസത്തിനു മുമ്പിൽ ദൈവം ഇസ്രായേലിനോട് കൽപ്പിച്ച അവൻ്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരമെല്ലാം രാവിലെയും വൈകുന്നേരവും നിത്യം ഹോമപീഠത്തിന്മേൽ ദൈവത്തിന് ഹോമയാഗം കഴിക്കുവാനും നിയമിച്ചു. അവരോടുകൂടെ ഹേമാൻ, യദൂന്താൻ മുതലായവരെയും പേർ വിവരം പറഞ്ഞിട്ടില്ലാത്ത ശേഷമുള്ളവരെയും അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്നിങ്ങനെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും നിയമിച്ചു. ഈ നീതിമാന്മാരായ മനുഷ്യർ കീർത്തനോപകരണങ്ങളോ അപ്പും താളവും കിന്നരവും ആയിട്ടല്ല, പിന്നെയോ ഇമ്പമുള്ള ശബ്ദത്തോടും നിർമ്മലവും പൂർണ്ണവുമായ പ്രാർത്ഥനയോടും നീതിയോടും നിഷ്കളങ്കതയോടും സർവ സൃഷ്ടിനാഥനായ ഇസ്രായേലിൻ്റെ ബലവാനായ ദൈവത്തിന് സ്തുതി പാടി അവരോടുകൂടെ ഹേമാനെയും യദൂദൂനെയും കാഹളം, കൈത്താളം എന്നിങ്ങനെ ദിവ്യ സംഗീതത്തിനായുള്ള വാദ്യങ്ങളെ ധ്വനിപ്പിക്കേണ്ടതിന് നിയമിച്ചു. യദൂദുവിൻ്റെ പുത്രന്മാർ വാതിൽ കാവൽക്കാരായിരുന്നു. ദാവീദ് ജനത്തെ പിരിച്ചയച്ചു. സർവ്വജനവും താൻ്റെ വീട്ടിലേക്ക് പോയി. ദാവീദും തൻ്റെ കുടുംബത്തെ അനുഗ്രഹിപ്പാൻ മടങ്ങിപ്പോയി. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.